ഞാൻ ഈ ടാങ്കിൻ്റെ 20% ഏരിയയിൽ മാത്രമായിരുന്നു മോസ് പിടിപ്പിച്ചിരുന്നത്. ഇതിൽ 100% ഏരിയയിൽ മോസ് വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ 5 ഇരട്ടി വരുമാനം ഉണ്ടാക്കുമായിരുന്നു. അതായത് എനിക്ക് ഏകദേശം 48,750 രൂപയോളം ഇതിൽ നിന്നും 2 മാസത്തിനുള്ളിൽ കിട്ടുമായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള അക്വേറിയത്തിൽ നിന്ന് എങ്ങനെ തരക്കേടില്ലാത്ത ഒരു വരുമാനം ഉണ്ടാക്കാം? പ്ലാന്റഡ് ടാങ്കുകളിലെ അല്പം വില കൂടിയതും എന്നാൽ വളരെ ഗ്രോത്ത് കൂടുതലുള്ളതുമായിട്ടുള്ള സസ്യമാണ് മോസ്. ഈ മോസിനെ കുറിച്ചും അതിന്റെ ഗ്രോത്തിനെ കുറിച്ചും അതിന്റെ കെയറിനെ കുറിച്ചും അത് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭത്തെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. വേരുകളോ പൂക്കളോ ഇലകളോ ഇല്ലാത്ത മരത്തിലും കല്ലിലും പറ്റിപ്പിടിച്ചു വളരുന്ന ചെറിയ സസ്യമാണ് മോസ്. മഴക്കാലത്ത് നമ്മുടെ മതിലുകളിലും മറ്റും കാണപ്പെടുന്നത് ടെറസ്ട്രിയൽ മോസാണ്. എന്നാൽ നമ്മൾ അക്വേറിയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഈ മോസല്ല. പ്ലാന്റ് ടാങ്കുകളിൽ പൊതുവെ ഉപയോഗിക്കുന്ന മോസസ് ആണ് ജാവ മോസ്, ക്രിസ്മസ് മോസ്, വീപ്പിംഗ് മോസ്, വില്ലോ മോസ്, ഫ്ലെയിം മോസ്, ഫിനിക്സ് മോസ്, റിക്കിയ മോസ്, പീലിയ മോസ് ആൻഡ് തായ്വാൻ മോസ്. വേഗത്തിൽ വളരുന്ന ഈ സസ്യം അക്വേറിയത്തിന് വളരെയധികം പച്ചപ്പ് നൽകുന്നു. ഇവയ്ക്കെല്ലാം വിചിത്രമായ ശാസ്ത്രീയ നാമങ്ങൾ ഉണ്ടെങ്കിലും അവ കേൾക്കാൻ നിങ്ങൾ തൽപരരാകുമെന്ന് തോന്നുന്നില്ല. മുകളിൽ പറഞ്ഞവയിൽ ഏറ്റവും ഈസിയായി വളരുന്നത് ജാവ മോസ് ആണ്. പക്ഷേ ഞാൻ എൻ്റെ ടാങ്കുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് വീപ്പിംഗ് മോസ് ആണ്. കാരണം മുകളിൽ പറഞ്ഞ മോസുകളിൽ താരതമ്യേന കുറച്ച് ഈസി ആയിട്ടുള്ളതും എന്നാൽ കാണാൻ അത്യാവശ്യം ഭംഗിയുള്ളതുമാണ് വീപ്പിംഗ് മോസ്. ഇത് പ്ലാന്റിംഗ് കഴിഞ്ഞ് 20 ദിവസത്തോളം പ്രായമുള്ള ഒരു ടാങ്കാണ്. വീപ്പിംഗ് മോസിന്റെ വളർച്ചയുടെ ബിഗിനിങ് സ്റ്റേജ് ആണിത്. ആദ്യഘട്ടം ആയതുകൊണ്ട് തന്നെ മോസിനേക്കാൾ കൂടുതൽ ഗ്രീൻ ഹെയർ ആൽഗയാണ് ഇവിടെ കൂടുതലും ഫോം ആയിരിക്കുന്നത്. ഇവിടെ ആൽഗ ഗ്രോത്ത് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഞാൻ എടുത്തിട്ടുണ്ട്. അക്വേറിയത്തിലെ ആൽഗെ അഥവാ പായൽ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രിമ്മിങ്ങിന് ശേഷം 40 ദിവസത്തോളം പ്രായമായ ഒരു ടാങ്കാണ്. വീപ്പിംഗ് മോസ് ഏറ്റവും ഹെൽത്തി ആയി നിൽക്കുന്നതും തൻ്റെ സാന്നിധ്യം കൊണ്ട് അക്വേറിയത്തെ കൂടുതൽ മനോഹരമാക്കുന്നതും ഈ സ്റ്റേജിലാണ്. സസ്യത്തിൻ്റെ അഗ്രഭാഗത്ത് കാണുന്ന ഇളം നിറം അതിൻ്റെ ഹെൽത്തിനെ സൂചിപ്പിക്കുന്നു. ഈ ഇളം നിറത്തിലുള്ള അഗ്രഭാഗങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ഈ ചെടി നല്ല ഹെൽത്തി ആണെന്ന് അനുമാനിക്കാം. ഈ ടാങ്ക് സെറ്റിംഗ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് 60 ദിവസത്തോളമായി. മോസ് മാത്രമല്ല മറ്റു ചെടികളും നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നുണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ്സ് ആയി വെച്ചിരിക്കുന്ന ലുഡ്വിഗിയ റിപ്പൻസ് എന്ന ചെടി ഇതിനു മുമ്പ് ഒരു തവണ ട്രിം ചെയ്തിരുന്നു. ലുഡ്വിഗിയ പോലുള്ള സ്റ്റെം പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ക്വൈറ്റ് ഫാസ്റ്റ് ആണ്. ഇതാണ് മോസ് ട്രിം ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉചിതമായ സമയം. അധികം കെയർ ആവശ്യമില്ലാത്ത ചെടിയാണെങ്കിലും ഇതിന്റെ വളർച്ചയുടെ സമയത്ത് നമ്മൾ ഇതിനെ തീർത്തും അവഗണിക്കരുത്. വേരുകളില്ലാത്ത സസ്യമായതിനാൽ സബ്സ്ട്രേറ്റിൽ നിന്നോ അക്വ സോയിലിൽ നിന്നോ വളർച്ചയ്ക്ക് ആവശ്യമായ മിനറൽസ് ഇതിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് വീക്കിലി ലിക്വിഡ് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കണം. 6 മുതൽ 8 മണിക്കൂർ വരെ വെളിച്ചം നൽകാൻ മറക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്ന നല്ല ഫിൽറ്റർ അക്വേറിയത്തിന് വാട്ടർ ക്ലാരിറ്റി നൽകുമെങ്കിലും പാറി നടക്കുന്ന പൊടിപടലങ്ങളിൽ പലതും മോസിനകത്ത് അടിഞ്ഞുകൂടും. മോസിന് മുകളിൽ കൈകൊണ്ട് ഓളമുണ്ടാക്കി നോക്കിയാൽ മനസ്സിലാകും അതിൽ എത്ര അഴുക്കുണ്ടായിരുന്നെന്ന്. 15 ദിവസത്തെ ഇടവേളകളിൽ ഒരു സൈഫൺ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് അത് റിമൂവ് ചെയ്ത് കളയണം. ഒരു മോസ് അക്വേറിയത്തിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മത്സ്യം ഷ്രിംസ് അഥവാ ചെമ്മീനാണ്. മോസിന്റെ ഗ്രോത്തിന് സഹായിക്കുന്നതോടൊപ്പം തന്നെ ഷ്രിംസിന് ബ്രീഡ് ചെയ്ത് പെരുകാനുള്ള നല്ല അറ്റ്മോസ്ഫിയർ മോസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സയാമീസ് ആൽഗേറ്റർ ആൻഡ് ഗോൾഡൻ ആൽഗേറ്റേഴ്സ് നല്ലൊരു ചോയ്സാണ്. ഈ മത്സ്യത്തിൻ്റെ ഇഷ്ടഭക്ഷണം
ആൽഗെ ആയതിനാലാണ് ഇവയെ ആൽഗെ ഈറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. മോസിൽ ഫോം ആകുന്ന ഹെയർ ആൽഗെ ഇവ തിന്നു തീർക്കുമ്പോൾ അത് മോസിന്റെ വളർച്ചയ്ക്ക് സഹായകരമാവും. പക്ഷേ ആൽഗെ ഇല്ലാത്ത സാന്നിധ്യത്തിൽ മോസിന്റെ ചെറിയ ഇളം നിറത്തിലുള്ള അതിൻ്റെ ലൈഫിനെ സൂചിപ്പിക്കുന്ന ചെറിയ തളിരുകൾ ഈ മത്സ്യങ്ങൾ തിന്നു തീർക്കാനും സാധ്യതയുണ്ട്. ഇത് ഞാൻ ചെയ്തെടുത്ത ഒരു മോസ് ട്രീ ആണ്. ഡ്രിഫ്റ്റ് വുഡ് ഒരു ട്രീയുടെ ആകൃതിയിൽ ഒട്ടിച്ചെടുത്ത് ശിഖരങ്ങളിൽ ഇലകളെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ മോസ് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് വിവിധ ആകൃതികളിൽ മോസ് ഉപയോഗിച്ച് നമുക്ക് അക്വേറിയത്തിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. മോസിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് 60 ദിവസം പ്രായമായ ആ ടാങ്കിലെ മോസ് ട്രിം ചെയ്യാം. ട്രിമ്മിങ്ങിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഫിൽറ്റർ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ട്രിം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഇലകൾ ഫിൽറ്ററിലേക്ക് കയറിപ്പോകും. പുറകിൽ വളർന്നു നിൽക്കുന്ന ലുഡ്വിഗിയ ഒരു സ്റ്റെം പ്ലാന്റ് ആണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. സ്റ്റെം പ്ലാന്റ് എന്നാൽ ഈ ചെടിയുടെ തണ്ടിൽ എവിടെയെങ്കിലും ഒടിച്ചെടുത്ത് വീണ്ടും കുഴിച്ചിട്ടാൽ അത് വീണ്ടും മുളച്ചു വരും. ആദ്യം തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് പ്ലാന്റ്സ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഒരു കത്രിക ഉപയോഗിച്ച് ട്രിം ചെയ്തെടുക്കുന്നതാണ് ശരിയായ രീതി. പക്ഷേ കത്രിക ഉപയോഗിച്ചാൽ വലിയൊരു ശതമാനം മോസും വേസ്റ്റ് ആയി പോകും എന്നതിനാൽ നമുക്ക് കത്രിക ഒഴിവാക്കി ചെടികൾ പതുക്കെ പതുക്കെ വലിച്ചെടുക്കാം. ചെടിയുടെ ചെറിയൊരു ഭാഗം മാത്രം നിർത്തിക്കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം വലിച്ചെടുക്കാം. പ്ലാന്റ്സും പ്ലാന്റഡ് ടാങ്കും ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ള പണിയായി തോന്നുകയില്ല. ട്രിമ്മിങ് അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ടാങ്ക്. വിഷമിക്കേണ്ട, അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ ഇവ വീണ്ടും വളർന്ന് പൂർവ്വസ്ഥിതിയിലാകും. പറിച്ചെടുത്ത ചെടികൾ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽക്കാം. OLX വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള അക്വേറിയങ്ങളിലോ സമീപിച്ചാൽ മോസിന് ആവശ്യക്കാർ ധാരാളമാണ്. ഇനി നിങ്ങൾ ആമസോൺ സെല്ലർ സർവീസ് വഴി വിൽക്കുകയാണെങ്കിലും ആമസോണിൽ ഏറ്റവും വില കുറഞ്ഞ ജാവ മോസിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 350 രൂപ മുതലാണ്. 2 മാസത്തിന് ശേഷമുള്ള ഹാർവെസ്റ്റിംഗിൽ എനിക്ക് 65 പാക്കറ്റ് മോസ് കിട്ടി. 150 രൂപ വെച്ച് ഈ 65 പാക്കറ്റ് വിറ്റ് കഴിയുമ്പോൾ എനിക്ക് 9750 രൂപ കിട്ടും. ഞാൻ ഈ ടാങ്കിൻ്റെ 20% ഏരിയയിൽ മാത്രമായിരുന്നു മോസ് പിടിപ്പിച്ചിരുന്നത്. ഇതിൽ 100% ഏരിയയിൽ മോസ് വെച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ 5 ഇരട്ടി വരുമാനം ഉണ്ടാക്കുമായിരുന്നു. അതായത് എനിക്ക് ഏകദേശം 48,750 രൂപയോളം ഇതിൽ നിന്നും 2 മാസത്തിനുള്ളിൽ കിട്ടുമായിരുന്നു. നിങ്ങളെല്ലാവരും പ്ലാന്റഡ് ടാങ്ക് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ചെങ്കിലും മോസ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോയോടുകൂടി വീണ്ടും കാണാം.